ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളതേ കോഴിക്കോട് ബൈപ്പാസിൽ ഐഞ്ഞിലം അണ്ടർപാസിൻ്റെ ഭാഗത്താട്ടോ. നമ്മളെ കടവ് റിസോർട്ടൊക്കെ കഴിഞ്ഞു. നമ്മളെ ചാലിയാറ് അറപ്പുഴ പാലം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പം ഐഞ്ഞിലം അണ്ടർപാസ്, അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ, അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും ഫിനിഷ് ചെയ്ത് അവിടെ ടാറിങ് പ്രവൃത്തികളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഐഞ്ഞിലം അണ്ടർപാസ് റൈറ്റ് സൈഡിലേക്ക് ഫറൂഖ് കോളേജ് ഭാഗവും, അതേമാതിരി ലെഫ്റ്റ് സൈഡ് കാരാട്, എടവണ്ണപ്പാറ, അങ്ങനെ ഒരുപാട് ഊർക്കടവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗങ്ങളാട്ടോ. അവിടെയാണ് ഒരു അണ്ടർപാസ് കൊടുത്തത്. അപ്പം രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ ഇവിടെ ഐഞ്ഞിലത്താണ് പിന്നെ ഒരു അണ്ടർപാസ് കൊടുത്തത്. ശരിക്കും 2 കിലോമീറ്റർ അടുത്തുണ്ടാവും അതിൻ്റെ ദൈർഘ്യം. അപ്പം അതിൻ്റെ ഇടയിൽ വേറെ റോഡ് ക്രോസ് ചെയ്യാനോ ഒന്നും മാർഗമൊന്നുമില്ല. പാറമ്പൽ ഭാഗത്തുള്ള പുതുക്കോട് ഭാഗത്തേക്ക് പോകുന്നവർക്കൊന്നും ഈ ഐഞ്ഞിലത്ത് വന്നിട്ട് ക്രോസ് യൂട്ടേൺ ചെയ്യാനുള്ള സജ്ജീകരണമുള്ളൂ. അപ്പം ഈ പുതുക്കോട് പാറമ്പൽ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വലിയ പ്രക്ഷോഭത്തിലാണ്. അവരെ സമരവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ അവർക്ക് ശരിക്കും ഒരു എക്സിറ്റിനുള്ള ഒരു മാർഗം കൊടുക്കണമായിരുന്നു. ഒരു ചെറിയ മിനി വെഹിക്കിൾ അണ്ടർപാസോ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ടില്ല. ഇനി അതിന് സാധ്യതയും കാണുന്നില്ല. കാരണം റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആ ഭാഗത്തൊക്കെ ഒരു ഫിനിഷിങ് ഘട്ടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ മേലുള്ള അപ്രോച്ച് റോഡിൻ്റെ മേലുള്ള ടാറിങ് പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 2 ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കുറേ ആയിപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ആണ് അതിൻ്റെ ഒരു ഫിനിഷിങ് ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഈ വർക്കും കൂടി കഴിഞ്ഞാൽ രാമനാട്ടുകര ഇടിമഴിക്കൽ മുതൽ ഈ ചാലിയാറ് അറപ്പുഴ പാലം വരെയുള്ള ഈ 6 വരി പാതയുടെയും അതേമാതിരി രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെയൊക്കെ വർക്ക് ഏകദേശം 2 കിലോമീറ്ററോളം വർക്കുകൾ മുഴുവൻ ഫിനിഷ് ആവട്ടോ. സർവീസ് റോഡിൽ കൂടി നമ്മൾ അങ്ങോട്ട് രാമനാട്ടുകര ഭാഗത്തേക്കാണ് പോകുന്നത്. NH 66 മുംബൈയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിലെ, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുകയാണ്. 1650 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ്. അതിൻ്റെ കോഴിക്കോട് ബൈപ്പാസിലെ കോഴിക്കോട് ഏരിയയിലെ ബൈപ്പാസാണ്. NH 66 ഈ ബൈപ്പാസാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. 1980 തന്നെ ഇതിൻ്റെ സ്ഥല ഏറ്റെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. അന്ന് ബൈപ്പാസ് വരുന്ന സമയത്ത് തന്നെ 45 മീറ്ററിൽ വീതിയിൽ ഇതിൻ്റെ സ്ഥലം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുതിയ റോഡ് വികസനത്തിൽ ഈ സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ പണി 45 മീറ്റർ പണി തുടങ്ങിയാൽ മതിയായിരുന്നു. മറ്റുള്ള ഭാഗങ്ങളൊക്കെ സ്ഥലം ഏറ്റെടുത്തിട്ടാണ് പണി തുടങ്ങിയത്. ബ്ലോക്ക് കട്ടകൾ വെച്ച് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരികയാണ്. മണ്ണിൻ്റെ ലഭ്യത വളരെ കുറവാണ് ഈ ഭാഗത്തും. ഇവരുടെ കമ്പനി വാഹനങ്ങൾക്ക് മണ്ണ് എടുത്തു കൊണ്ടുവരാനുള്ള സൈറ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ ചെറിയ മിനി വെഹിക്കിൾ വാഹനങ്ങളിൽ, അതായത് മസ്ത, മിനി ലോറി, നിസാൻ അങ്ങനത്തെ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടേക്ക് മണ്ണെത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഷോർട്ട്, മണ്ണിൻ്റെ ഷോർട്ട് വർക്കിനെ നല്ല ബാധിച്ചു എന്ന് തന്നെ പറയട്ടോ. ഈ ഭാഗത്ത് ഒരു 3-4
ബ്ലോക്ക് കട്ടുകൾ ഉയരത്തിൽ വെച്ചാൽ ഈ ഭാഗത്തുള്ള വർക്കും ഫിനിഷാവും. നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ 2 ഭാഗത്തും 6 വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും ഒട്ടുമിക്കവാറും കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ അയ്യലം ബൈപ്പാസിലെ ഈ വർക്കും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാ വർക്കുകളും തീർന്നതെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഭാരത് ബെൻസിൻ്റെ ഷോറൂം, ഒരുപാട് തണൽ മരങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു ഈ കോഴിക്കോട് ബൈപ്പാസ്. ഈ ഭാഗത്തൊക്കെ നല്ല രസമായിരുന്നു. മരങ്ങളിങ്ങനെ ഒരു മരങ്ങളെ കൊണ്ട് ഒരു ഗുഹൻ്റെ അകത്ത് കൂടെ പോകുന്ന മാതിരി തോന്നി. നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇപ്പോൾ ഒരു തണൽ പോലും ഈ ഭാഗത്തില്ല, ഒരു വെള്ളം പോലും കിട്ടാനില്ല. ഒരുപാട് തട്ടുകടകളും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടായിരുന്നു. വണ്ടി വാഹനം അവിടെ നിർത്തി എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നും കൂടി നടക്കില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ വർക്ക് നല്ല ഫിനിഷിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. വെങ്ങളം മുതൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശമായ രാമനാട്ടുകര കാക്കഞ്ചേരി വരെയാണ് ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ 29.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഈ പാറമ്മൽ ജംഗ്ഷൻ, ഇപ്പം നമ്മളൊരു ബോർഡ് കണ്ടല്ലോ, ഒരു മഞ്ഞ ബോർഡ്. അവിടെ അവരെ ഒരു ഇതാണ്, സമരത്തിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. ഒരു അണ്ടർപാസ് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇത്രയും ദൂരം ഈ രാമനാട്ടുകരയും അഴിഞ്ഞിലും അത്രയും ദൂരം 2 കിലോമീറ്റർ ദൂരെ ആളുകൾക്ക് അപ്പുറം ഇപ്പുറം കിടക്കാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതല്ല, 1-2 വലിയ സ്കൂളുകൾ, ഇപ്പോൾ സേവമന്ദിര ഹൈസ്കൂൾ, അതേമാതിരി പാറമ്മൽ സ്കൂള്, അവിടെയൊക്കെ 1-2 സ്കൂളുകളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു പ്രയാസമായിട്ട് കാണേണ്ടി വരും ആളുകൾക്ക്. ശരിക്കൊരു മിനി വെഹിക്കിൾ അണ്ടർപാസ് അവിടെ അനുവദിക്കണമായിരുന്നു. ചെറുതൊരു കൊടുത്താൽ മതിയായിരുന്നു. ഈ ബൈക്ക്, ഒരു കാറൊക്കെ പോകുന്ന രീതിയിലുള്ള, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിടണമല്ലോ, അത് അനുവദിച്ചില്ല. ജനങ്ങൾ അന്ന് മുതലേ ഈ ഭാഗത്തുള്ള ജനങ്ങൾ നല്ല പ്രക്ഷോഭത്തിലാട്ടോ. ബന്ധപ്പെട്ട അധികാരികളൊക്കെ അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടപെട്ടാണ്. പക്ഷെ നാഷണൽ ഹൈവേ അതോറിറ്റിയും അത് ഈ കോൺട്രാക്ട് കമ്പനിയും കനിക തന്നെ വേണം, എന്നാലേ അവിടെ ഒരു അണ്ടർപാസ് അനുവദിക്കുകയുള്ളൂ. NH 66 5 സംസ്ഥാനങ്ങളെ പിന്നിട്ടാണ് ഇത് പോകുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അതേപോലെ 5 പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ ചരക്ക് നീക്കങ്ങളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ റോഡിന് വളരെ പ്രാധാന്യം നാഷണൽ ഹൈവേ അതോറിറ്റിയും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ കൊടുക്കാനുള്ള ഒരു കാരണം. രാമനാട്ടുകര ഫ്ലൈ ഓവർ അപ്പം അതിൻ്റെ മേലെയാണ്. വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് കാണിച്ചതാണ്. വർക്ക് തീർന്ന പാടെ അതിൻ്റെ മേലെ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് കാട്ടിക്കൊടുത്തതാണ്. അതിൻ്റെ ടാറിങ് പ്രവർത്തികളും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്ത് 3 വരിയിലും നിലവിൽ ഉള്ള അത് 2 വരിയാണ്. അതിന് 6 വരി ഉള്ള സ്ഥലമുണ്ട്. അത് ശരിക്കും അത് 6 വരി ആക്കാം. വീതി 6 വരി വീതിയുണ്ട്. 2 ട്രാക്കിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ രാമനാട്ടുകര ബൈപ്പാസേ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് പോയാൽ അത് അവസാനിക്കുകയാണ്. അവിടെയാണ്
നിസരി ജംഗ്ഷൻ, നമ്മളെ മലപ്പുറം ജില്ലയുടെ അതിർത്തി. ഇവിടെ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ പാടെ ഇവിടെ ഒരു നീലിത്തോട് ചെറിയൊരു ബ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.